ഇന്ന് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കുറച്ച് ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ഇന്ന് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കുറച്ച് ക്ഷേത്രങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാലമ്പല ദർശനത്തിലെ പ്രാധാന്യം നിർവഹിച്ചുകൊണ്ടുള്ള അഞ്ച് ജില്ലകളിലെ നാലമ്പലങ്ങൾ പരിചയപ്പെട്ടു. അതായത് തൃശ്ശൂർ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ. ഇനി മറ്റൊരു ജില്ല കൂടി ഉള്ളത് പാലക്കാടാണ്. അവിടെ നാലമ്പലം എന്ന് പറയാനായിട്ട് 3 ക്ഷേത്രങ്ങളെ ഉള്ളതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തന്നെ ലക്ഷ്മണസ്വാമിയും കൂടി വസിക്കുന്നുണ്ട്. അതായത് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ പ്രധാന നാലമ്പല ദർശനത്തിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം, കുഴൽമന്ദം ഭരത ക്ഷേത്രം, കൂത്തന്നൂർ ശത്രുഘ്ന ക്ഷേത്രം എന്നിവ ഉൾപ്പെടുന്നു. തിരുവില്ലാമലയിൽ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും ഉണ്ട്. 4 ക്ഷേത്രങ്ങളും സന്ദർശിക്കുവാൻ 2 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ മതി എന്നതാണ് പ്രത്യേകത. വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ശ്രീരാമ ലക്ഷ്മണനെയും ഹനുമാനെയും ദർശിക്കാവുന്നതാണ്. തിരുവില്ലാമലയിൽ നിന്നും കോട്ടായി കുഴൽമന്ദം CA സ്കൂൾ വഴിയെത്തി പുരമന്ദത്തെ ഭരതക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം 2 കിലോമീറ്റർ അകലെയുള്ള കൽക്കുളത്തെ ശത്രുഘ്നനെ തൊഴുത് തിരിച്ച് തിരുവില്ലാമലയിൽ വന്ന് നാലമ്പല ദർശനം പൂർത്തിയാക്കുന്നതാണ് രീതി. ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ തൃശ്ശൂർ നഗരത്തിലെ ഒരു പട്ടണമായ തിരുവില്ലാമലയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് വില്വാദ്രിനാഥ ക്ഷേത്രം. പ്രധാന ദേവതകൾ ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നാലമ്പലം അല്ലെങ്കിൽ പോലും ഇവിടെ 2 പേരെയും തൊഴാവുന്നു. അതുപോലെ തന്നെ വൈഷ്ണവ പാരമ്പര്യത്തിലെ അഭിമന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. കേരളത്തിലെ 4 പ്രധാന ക്ഷേത്രങ്ങളിൽ മറ്റ് 3 തൃപ്രയാർ, കടവല്ലൂർ, തിരുവങ്ങാട് എന്നിവിടങ്ങളിലാണ്. ഇന്ത്യയിലെ അപൂർവമായി കാണപ്പെടുന്ന ലക്ഷ്മണൻ്റെ വിഗ്രഹം ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. തിരുവില്ലാമല സമൂഹത്തിൻ്റെ മധ്യഭാഗത്തായി 100 അടി ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് വില്വാദ്രിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ദൃശ്യമാകുന്നത് കേരളത്തിലെ 2ാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തു കൂടി ഏകദേശം 3 കിലോമീറ്റർ അകലെ നിന്നും ഒഴുകുന്നു. പൂജകൾ സമയങ്ങൾ: 5 പൂജകളും 3 ശിവേലിയും ഉണ്ട്. രാവിലെ 4 മണിക്ക് നിർമാല്യ ദർശനം, 5 മണിക്ക് ഉഷപൂജ, തുടർന്ന് എതിർപൂജ, മഹാഗണപതി ഹോമം, ഇതിനുശേഷം ശിവേലി, അതിനുശേഷം 7:30 നവകാഭിഷേകം, രാവിലെ 8 മണിക്ക് പന്തീരടി പൂജ, 11 മണിക്ക് ഉച്ചപൂജ, ശേഷം ഉച്ചശിവേലി, 12 മണിക്ക് നടയടക്കൽ, വൈകുന്നേരം 5 മണിക്ക് നട തുറക്കൽ, 6:30 ദീപാരാധന, 7:30 അത്താഴപൂജ, ശിവേലിക്ക് ശേഷം ശ്രീകോവിൽ പവിത്രമായ പുക കൊണ്ട് നിറക്കുന്ന തൃപ്പുക അന്തിമ ദർശനം നടത്തുന്നു. 9 മണിക്ക് നടയടക്കൽ. പ്രധാന വഴിപാടുകൾ: പാൽപായസം, ഉദയാസ്തമന പൂജ, ശംഖാഭിഷേകം, സഹസ്രനാമാർച്ചന, മഹാഗണപതി ഹോമം, ഹനുമാന് അവിൽ അതായത് അടിച്ചാരി, അയ്യപ്പന് പ്രധാന വഴിപാടായി നീരാഞ്ജനവും നെയ്യഭിഷേകവും ഉണ്ട്. ഉപദേവതകൾ: ഹനുമാൻ, ഗണപതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ലക്ഷ്മണൻ, ശ്രീ മഹാദേവൻ, പാർവതീദേവി, ഗുരുവായൂരപ്പൻ. വിശേഷ ദിവസങ്ങൾ: തിരുവില്ലാമല ഏകാദശി, നിറമാല, ശ്രീരാമനവമി, രാമായണ മാസം, ഗണപതി ഹോമം, ഇല്ലന്നറ, തൃപ്പുത്തരി, വിനായക ചതുർത്ഥി, നവരാത്രി, മണ്ഡലകാലം, ഹനുമാൻ ജയന്തി, ശിവരാത്രി. ഐതിഹ്യം: സ്ഥലനാമം: ക്ഷേത്രത്തിൻ്റെ അടിഭാഗം വലിയൊരു ഗുഹയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ സ്വർണ്ണ വില്ലുമരം അതായത് കൂവളം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ട്. തന്മൂലം ഈ ക്ഷേത്രത്തിന് വില്ലുമല എന്ന പേര് വന്നു. പിന്നീട് വില്ലുമലയിൽ നിന്നും ദേവസാന്നിധ്യം ഉണ്ടായപ്പോൾ
തിരു കൂട്ടിച്ചേർത്തു. തിരുവില്വമല കാലാന്തരത്തിൽ തിരുവില്വാമലയായി മാറി. തിരുവില്വാമല സംസ്കൃതീകരിച്ച് വില്വാദ്രിയാക്കി. തുടർന്ന് പ്രതിഷ്ഠ വില്വാദ്രിനാഥൻ എന്നും അറിയപ്പെട്ടു. അതേസമയം വിണ്ടമലയാണ് വില്വമലയെന്നും പറയപ്പെടുന്നു. ക്ഷേത്രമിരിക്കുന്ന കുന്നാണ് വാസ്തവത്തിൽ വില്വാദ്രി എന്ന് അടുത്തുള്ള മൂരിക്കുന്ന്, ഭൂതന്മല എന്നീ മലകളെയും ഇതിനൊപ്പം ചേർത്ത് വില്വാദ്രിയായി കണ്ടുവരുന്നുണ്ട്. എങ്ങനെ എത്തിച്ചേരാം? തിരുവില്വാമല ബസ് സ്റ്റാൻഡ് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ. വിമാനത്തിൽ വരുവാണെങ്കിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഏകദേശം 93.6 കിലോമീറ്റർ അകലെ. തീവണ്ടിയിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 50 കിലോമീറ്റർ അകലെ. അടുത്ത ക്ഷേത്രം മൂന്നാമത്തെ ക്ഷേത്രമാണ്. ഒരു ക്ഷേത്രം അവിടെ തന്നെയാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം. മൂന്നാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കുഴൽമന്ദം ഭരതസ്വാമി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കേരളത്തിലെ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഭരതപ്രതിഷ്ഠയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. രഘുവംശം അടക്കി ഭരിച്ച തക്ഷശിലയിലെ രാജാവിൻ്റെ രൂപത്തിൽ കുഴൽമന്ദം ഭരതപുരത്ത് വാഴും ശ്രീരാമ സഹോദരൻ കുടികൊള്ളും ശ്രീ ഭരതക്ഷേത്രം വളരെ പ്രാധാന്യവും ചൈതന്യവും നിറഞ്ഞതാണ്. പ്രധാന വഴിപാടുകൾ: നവരാത്രി വിളക്ക്, അഭിഷേകം, കളഭം ചാർത്ത്, പാൽപ്പായസം. അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് കൂത്തന്നൂർ ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. ഇനി പാലക്കാട് ജില്ലയിലെ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ആ വീഡിയോയിൽ ആലുവ ശിവരാത്രി, അതായത് ആലുവ ശിവക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ആലുവ ശിവക്ഷേത്രം ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ബലിതർപ്പണത്തിനും എല്ലാത്തിനുമായി പോകുന്ന, തൊഴാനൊക്കെ ആയിട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ് ആലുവ ശിവരാത്രി നടക്കുന്ന ആലുവ ശിവക്ഷേത്രം. പെരിയാറിൻ്റെ തീരത്താണ്. ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോയുമായി വരാം. നന്ദി, നമസ്കാരം.